നിങ്ങളുടെ അവകാശ പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി SFI നേതാക്കൾ തന്നെ ഇവിടെ സംസാരിക്കും. ഈ കാലം അവകാശ പത്രികയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉന്നയിക്കാൻ SFI പോലുള്ള ഒരു സംഘടനയ്ക്ക് ബാധ്യതയുണ്ടാകുന്നൊരു കാലമാണ്. കാരണം പൊതുവിദ്യാഭ്യാസ മേഖലയെ രാജ്യത്തിന് മുന്നിൽ മാതൃകയാക്കി നമ്മുടെ നാട് ഉയർത്തിയതാണ്. എന്നാൽ അവിടെ നിന്നും പുറകോട്ട് പോകാനും പൊതുവിദ്യാഭ്യാസ രംഗം തകർക്കാനുമുള്ള നീക്കങ്ങൾ നമ്മുടെ കേരളത്തിലും ഉണ്ടാവുകയാണ്. അതെല്ലാമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗൗരവമായ ഇടപെടൽ സ്വാഭാവികമായും നടത്തേണ്ട സംഘടന തന്നെയാണ് SFI. ഇവിടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കഴിഞ്ഞൊരു മാസക്കാലത്തിലധികമായി ഡൽഹി കേന്ദ്രമായി നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭത്തിൽ സജീവമായ പങ്കാളിത്തം വഹിക്കുന്ന SFI ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ സ്വാഭാവികമായും അതിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധ തിരിയുക. നമുക്കറിയാം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള തട്ടിപ്പും വഞ്ചനയും ക്രിമിനൽ കുറ്റങ്ങളുമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ 25 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ ബന്ധപ്പെടുന്ന പരീക്ഷയാണ് നീറ്റ് പരീക്ഷ. ഈ പരീക്ഷയിൽ വലിയ തോതിൽ കഠിനാധ്വാനം നടത്തിയാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നത്. ഊണും ഉറക്കവും ഒഴിഞ്ഞ് പഠിക്കുന്ന, അങ്ങനെ പ്രൊഫഷണൽ രീതിയിലേക്ക് ഉയരാൻ കഴിവ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ വലിയ തോതിൽ വഞ്ചിക്കുന്ന നിലപാടാണ് ചോദ്യപേപ്പർ കുംഭകോണവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഇത് ഒരു മാഫിയാണ് അതിന് നേതൃത്വം കൊടുത്തത്. രാജസ്ഥാനിലാണ് അത് കേന്ദ്രീകരിച്ചത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത നാം ശ്രദ്ധിക്കേണ്ടത്, എന്തോ കാരണത്താൽ ഈ പറയുന്ന തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത അറും ക്രിമിനലുകളുടെ പേരുവിവരങ്ങൾ വലിയ തോതിൽ പുറത്തു വന്നിട്ടില്ല. നാം കാണേണ്ടത്, വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ ഉയർന്നു കേട്ടൊരു പേരായിരുന്നു ഹർഷത് മേത്തയുടേത്. അത് ഓഹരി കുംഭകോണവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. അന്ന് രാജ്യത്തുള്ള എല്ലാവർക്കും ഹർഷത് മേത്തയുടെ പേരറിയാമായിരുന്നു. ഇന്ന് ഈ വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത മാഫിയയുടെ തലവൻ്റെ പേർ പോലും നമ്മുടെ രാജ്യത്ത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നില്ല. അതിന് കാരണം അവരെ വൻതോതിൽ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. രാജസ്ഥാനിലെ ഭാരതീയ ജനതാ യുവമോർച്ച നേതാവ് ഒരു ദിനേശാണ് ഈ മാഫിയയുടെ തലവനായി പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ മനുഷ്യൻ്റെ
ഈ വലിയ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ആ മാഫിയ തലവനെക്കുറിച്ച് എത്ര പേർക്കറിയാം? അയാളെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുന്നു. അതോടൊപ്പം തന്നെ എന്തെല്ലാമോ കാരണങ്ങളാൽ ആ പേര് പുറത്തു വരാതിരിക്കത്തക്ക സമീപനം രാജ്യത്തെ പല മാധ്യമങ്ങളും സ്വീകരിക്കുന്നു. അവിടെയാണ് ഏറ്റവും വലിയ കള്ളക്കളി ദൃശ്യമാവുന്നത്. സാധാരണഗതിയിൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കേണ്ടത് സംഭവമാണിത്. എന്നാൽ ഇത്തരം ആളുകൾക്കെതിരെ ഗൗരവമായ വകുപ്പുകൾ ചുമത്തിയുള്ള കേസ് പോലും എടുത്തിട്ടില്ല എന്നാണ് കാണാൻ സാധിക്കുക. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വൻ നിരയാണ് വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വൻ നിരയാണ് രാജ്യതലസ്ഥാനത്ത് കേന്ദ്രീകരിക്കുന്നത്. ആ കാര്യത്തിൽ വലിയ പങ്ക് SFI പോലുള്ള സംഘടന വഹിക്കുന്നുവെന്നത് ഏറ്റവും പ്രധാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള വിദ്യാർത്ഥി വേട്ട, യുവജന വേട്ട ഡൽഹിയിൽ പോലീസ് നടത്തുകയുണ്ടായി. കേന്ദ്ര ഭരണാധികാരികളുടെ നിർദ്ദേശമനുസരിച്ചാണ് പോലീസിൻ്റെ അതിക്രമങ്ങൾ അവിടെ ഉണ്ടായത്. ഒരു കുട്ടി അത്യാസന്ന നിലയിൽ ICUവിൽ ഇപ്പോൾ കിടക്കുകയാണ്. ആ പെൺകുട്ടിയുടെ ജീവിതം ത്രാസിൽ തൂങ്ങുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. അത്രയും ഗൗരവമായ പരിക്കുകളേറ്റിരിക്കുന്നു, മാരകമായ പരിക്കുകളേറ്റിരിക്കുന്നു. അത് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനഫലമായാണ്. ഇത്തരം നടപടികളിലൂടെ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പിന്തിരിപ്പിക്കാം എന്നാണ് കേന്ദ്ര ഭരണാധികാരികൾ കരുതിയത്. പക്ഷേ വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും വൻ നിരയാണ് ഡൽഹിയിൽ കുതിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യതലസ്ഥാനം ഇപ്പോൾ ഈ വൻതോതിലുള്ള യുവജന വിദ്യാർത്ഥി നിരയുടെ ഭാഗമായി ഉയർന്നു വരുന്ന പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു. മാരകമായി പരിക്ക് പറ്റിയവരെക്കുറിച്ചുള്ള വാർത്ത ഒരു ദിവസം കേട്ടത്, ഈ അടുത്ത ദിവസം 70 പേര് ആശുപത്രിയിലായി. ആ 70 പേരിൽ 40 പേര് SFIക്കാരാണ് എന്ന വാർത്ത കണ്ടു. അപ്പോൾ എത്രമാത്രം സജീവമായാണ് SFI ഈ പ്രക്ഷോഭത്തിൽ അണിനിരന്നിട്ടുള്ളത് എന്നതാണ് അത് കാണിക്കുന്നത്. ഇത് സ്വാഭാവികമാണ്. വിദ്യാർത്ഥി പ്രശ്നത്തിൽ മാത്രമല്ല, പൊതുവായുള്ള പ്രശ്നങ്ങളിലും വൻതോതിൽ തന്നെ രാജ്യവ്യാപകമായി ഇടപെട്ടു വരുന്ന സംഘടനയാണ് SFI. പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അതിനെതിരെ ശക്തമായ രോഷം നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെറ്റായ UGC റെഗുലേഷനുകൾ വന്നപ്പോൾ അതിനെതിരെയുള്ള രോഷവും ശക്തമായി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ BJPയുടെ ആക്രമണം അരങ്ങേറിയപ്പോൾ അതിനെ ചെറുതു നിൽക്കുന്നതിൻ്റെ മുൻപന്തിയിലും മറ്റ് സംഘടനകളോടൊപ്പം SFIയും ഉണ്ടായിരുന്നു. തെറ്റായ നടപടികളെ ചോദ്യം ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ ചുമതലയാണ് SFI നിറവേറ്റുന്നത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നടക്കുന്ന ഈ പ്രക്ഷോഭത്തെ, രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പ്രക്ഷോഭത്തെ വലിയ തോതിൽ പങ്കാളിത്തത്തിലൂടെ പിന്താങ്ങിയവരാണ് നിങ്ങൾ. അതോടൊപ്പം തന്നെ മറ്റ് പുരോഗമന വിദ്യാർത്ഥി സംഘടനകളും അതിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. എന്നാൽ ചിലർ ഇത് കണ്ടില്ല എന്ന് നടിച്ചു എന്നതാണ് വസ്തുത.
അതിലൊരു കൂട്ടരാണ് NSUI എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടന. അവർ ഈ പ്രക്ഷോഭത്തിൽ എവിടെയും കാണുകയുണ്ടായില്ല, എവിടെയും അവരണിനിരന്നില്ല. എന്തുകൊണ്ടാണ് അവരണിനിരക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ഇത്തരമൊരു തെറ്റായ നടപടികൾക്കെതിരെ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളാകെ രംഗത്ത് വരുമ്പോൾ NSUIക്ക് രംഗത്ത് വരാൻ കഴിയാതിരുന്നത്? NSIയുടെ ഭാഗമാണല്ലോ ഇവിടുത്തെ KSU. അവർക്ക് ഒരു പ്രസ്താവന പോലും ഇവിടെ ഇറക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇതേവരെ. അതും നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. എല്ലാ രീതിയിലും പ്രക്ഷോഭത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയായിരുന്നു NSUI സ്വീകരിച്ചത്. NSUIയുടെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ പ്രക്ഷോഭം വലിയ തോതിൽ സജീവമായി, വൻ പങ്കാളിത്തം അതിൻ്റെ ഭാഗമായി ഉണ്ടായി. ഡൽഹിയിൽ മാത്രമല്ല, എല്ലാ പ്രദേശങ്ങളിൽ നിന്നും കുട്ടികൾ, യുവാക്കൾ രാജ്യതലസ്ഥാനത്തേക്ക് കുതിക്കുന്ന അവസ്ഥ വന്നു. അപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച് മാറി നിന്നവർക്കും ഞങ്ങൾ കാണുന്നു എന്ന ഭാവേന ഇടപെടേണ്ടതായി വന്നു. അതാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മറ്റൊരിടത്ത് അരങ്ങേറിയ ഈ സമരത്തോടൊപ്പം അണിനിരന്നിട്ടുള്ള പ്രക്ഷോഭം കാണിക്കുന്നത്. ഏതായാലും അത് നന്നായി. കാരണം ഇത്രയും നാൾ മാറി നിന്നത് തെറ്റാണെങ്കിലും അവസാനമെങ്കിലും അത് തിരുത്തി പ്രക്ഷോഭത്തിന് തയ്യാറായി വന്നത് നന്നായി. രാജ്യത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. നന്നായി അത്തരം ഒരു നടപടി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴും ചോദ്യം അവശേഷിക്കുന്നു. എന്തുകൊണ്ട് ഇതേവരെ ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അണിനിരക്കാൻ തയ്യാറായില്ല? എന്തുകൊണ്ട് ആ പ്രക്ഷോഭം നടക്കുന്ന ജന്തർ മന്ദറിൽ ഇവരാരും പോകാൻ തയ്യാറായില്ല? എന്തുകൊണ്ട് ജന്തർ മന്ദർ മാറിക്കൊണ്ടുള്ള സ്ഥലം പ്രക്ഷോഭത്തിൻ്റെ കേന്ദ്രമായി അവർ തിരഞ്ഞെടുത്തു? ഇതെല്ലാം ഉയരുന്ന ചോദ്യങ്ങളാണ്. ഏതായാലും അതൊരു വഴിക്ക് നടക്കട്ടെ. മാറി നിന്നവർക്കടക്കം ഈ പ്രക്ഷോഭം അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ അടക്കം സജീവമായ പങ്കാളിത്തത്തോടെയാണ്. ഇവിടെ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ്, ഈ പറയുന്ന കുറ്റകരമായ നടപടി, നമ്മുടെ ചോദ്യക്കടലാസുകളുടെ കൃത്രിമത്വം, കള്ളപ്പേപ്പർ ചോർത്തൽ, ചോദ്യക്കടലാസുകൾ ചോർത്തി നേരത്തെ തന്നെ ആളുകളിലേക്ക് എത്തിക്കൽ, ഇതിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താ? നമ്മുടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായി ഒപ്പം എത്താൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. കാരണം കാശ് കൊടുത്ത് ചോദ്യക്കടലാസ് വാങ്ങാൻ സാധിക്കുന്ന ആളുകൾ അവരുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പാസ്സായി വരാൻ കഴിയുന്നു. അവർ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തയ്യാറെടുത്തു കൊണ്ടുപോകുന്നു. ഇത് കുട്ടികളെയാണ് ബാധിക്കുന്നത്. ആ കുട്ടികളെന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു പ്രധാന വിഭാഗം തന്നെയാണ്. നിരവധി കുടുംബങ്ങളെയാണ് ബാധിക്കുന്നത്. ആ കുടുംബങ്ങൾ പലതും ഇന്നത്തെ ഭരണ സംവിധാനത്തെ പിന്താങ്ങിയവരടക്കമാണ്, BJPക്ക് പിന്തുണ കൊടുത്തവരടക്കമാണ്. അവരെല്ലാം ഇപ്പോൾ BJPയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നേരത്തെ BJP എന്ന് പറയുന്നത് ന്യൂനപക്ഷത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കും എതിരായി മാത്രം നീങ്ങുന്നതാണ്, ഞങ്ങൾക്കൊന്നും പ്രശ്നമില്ല എന്ന് കരുതിയിരുന്നവരടക്കം ഇപ്പോൾ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ കുട്ടികൾക്കും ഇതാപത്തായി വരുന്നുവെന്ന്. സ്വാഭാവികമായി BJPക്കെതിരെയുള്ള ഒരു വികാരമായിട്ടടക്കം അത് മാറുകയാണ്. ഇപ്പോൾ പ്രക്ഷോഭകർ ഉന്നയിച്ചിട്ടുള്ളത് തീർത്തും ന്യായമായൊരാവശ്യമാണ്. ആ ആവശ്യം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അത് ന്യായമായ ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കാനുള്ള സന്നദ്ധതയാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിക്കേണ്ടത്. അതോടൊപ്പം പ്രധാനമന്ത്രിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാനാകില്ല. പ്രധാനമന്ത്രിയും തൻ്റെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ ഈ കാര്യത്തിൽ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതേവരെ ഈ പ്രക്ഷോഭം ശക്തമായി തുടരേണ്ടതായിട്ട് വരും. ആ പ്രക്ഷോഭത്തിന് എല്ലാ പിന്തുണയും ഇങ്ങ് കേരളത്തിൽ നിന്നാണെങ്കിലും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ നൽകുക എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.